Hello. Welcome back to my YouTube channel here with yet another video. ഇത് ഞാൻ കുറെ ദിവസമായി കാണുന്ന യൂട്യൂബില് നോ ബേക്ക് ചീസ് കേക്ക്, നോ ബേക്ക് ദിസ് ആൻഡ് ദാറ്റ്. രാത്രി ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ചീസ് കേക്ക് കുറെ ആൾക്കാരുടെ അടുത്ത് കണ്ടു ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോ എനിക്കൊരു കൊതി തോന്നി. അപ്പൊ ഞാൻ ബിഗ് ബാസ്ക്കറ്റിന് രാത്രി തന്നെ എല്ലാ ലിസ്റ്റ് ഓഫ് സാധനങ്ങള് ഞാൻ വാങ്ങി. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ദ ഐറ്റംസ് ദാറ്റ് ഐ വിൽ ബി യൂസിങ് ഫോർ ദ നോ ബേക്ക് ചീസ് കേക്ക്. അപ്പൊ ഫസ്റ്റ് നമ്മളെ മാരിഗോൾഡ്, ദെൻ അത് കഴിഞ്ഞിട്ട് മാരിഗോൾഡിന്റെ മേലെ ബട്ടർ ഫ്രിഡ്ജിലാണ്, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ബട്ടർ കോമൺ. അത് കഴിഞ്ഞിട്ട് മിൽക്ക് മെയ്ഡ് വാങ്ങിയിട്ടുണ്ട് ഞാൻ ബിഗ് ബാസ്ക്കറ്റ്. കഴിഞ്ഞിട്ട് അമൂലിന്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ പാല് ഞാൻ എന്തിനാ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ പാല് വാങ്ങി. എക്സ്ട്രാ പനീർ ഉണ്ടാക്കാനല്ല, അതുകൊണ്ട് ഞാൻ പാലും വാങ്ങി. വനീല എസൻസും, ദെൻ ദിസ് ചോക്ലേറ്റ്. ഇതൊക്കെയാണ് നമ്മളെ ചീസ് കേക്കിനുള്ള ഐറ്റംസ്. എനിക്കറിയില്ല, ദിസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഐ മേക്കിംഗ് എ ചീസ് കേക്ക്. കം ലെറ്റ്സ് മേക്ക് നോ ബേക്ക് ചീസ് കേക്ക്. ഫസ്റ്റ് നമ്മള് ബിസ്ക്കറ്റ്സിന്റെ നമ്മളിപ്പം പൊടിക്കാൻ വെച്ചിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് അറിയില്ല എത്ര ബിസ്ക്കറ്റ്സ് വേണ്ടി വരും. This. Yes. നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മതി. നമ്മൾ ഇത് രണ്ടിലും നമ്മൾ നരച്ച് വെച്ചിട്ടുണ്ട്. ഒന്നിൽ ചെറിയ കുറച്ച് ക്വാണ്ടിറ്റി ബിസ്ക്കറ്റ് പൊടി ആൻഡ് മെൽറ്റഡ് ബട്ടർ, ഒന്നിൽ കുറച്ചും കൂടി കൂടുതൽ വിസിബിൾ ആയിരിക്കാൻ. ഇനി മീൻ വൈൽ ഞാൻ പനീർ ഉണ്ടാക്കും. അതിന്റെ ടൈമിൽ ഞാൻ ഇതൊന്ന് ഫ്രീസറിൽ വെക്കും. അമൂലിന്റെ 1 ലിറ്റർ പാലാണ് എടുത്തത്. ഇത് ഫുള്ള് ഞാൻ പാൽ ചായ പാത്രത്തിൽ ഫുൾ ഒഴിച്ചിട്ടുണ്ട്. സോ ആക്ച്വലി നമുക്ക് പനീർ പുറത്തുനിന്നും വാങ്ങാം. ബട്ട് ദെൻ യു മൈറ്റ് ഹാവ് ഹേർഡ് ഇപ്പൊ ഫുൾ പനീർ ഫേക്ക് ആണ്, അതാണ് ഇതാണ്. അപ്പം it's better. Ayyo, ഇത് ഓഫ് ആക്കാൻ മറന്നു. So I thought it's better to make paneer at home rather than buying it from outside. അതുകൊണ്ടാണ് ആദ്യം പാൽ അത് ചൂടായിട്ട് വന്നിട്ട് അതിൽ വിനെഗർ ഓർ ലെമൺ ഞാൻ ഇടും. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. ഇൻവൈൽ നമ്മൾ അത് ബിസ്ക്കറ്റിന്റെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അത് ടൈമൊക്കെ ബാലൻസ് ഔട്ട് ആവും. പിന്നെ നമുക്ക് എല്ലാ സാധനവും എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. നമ്മളെ പനീർ ആയിക്കൊണ്ടിരിക്കുക. നമ്മളെ പനീർ ഓൾമോസ്റ്റ്, ഇനി ഇത് കുറച്ച് പ്രസ് ചെയ്യണം ഫുള്ളി പനീർ ആവാൻ വേണ്ടിയിട്ട്, അതർവൈസ് ഇറ്റ് ഈസ് റെഡി. കെൻ യു സീ നമ്മളെ ഫുള്ളി പനീർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ പനീർ ഇസ് റെഡി. അത് പനീർ കുറച്ച് ചൂടായിരിക്കുമല്ലോ, നമ്മൾ തണുപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഇനി അത് മിക്സിയിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് മിക്സിയിൽ ആദ്യം പനീർ ആഡ് ചെയ്യുക, ദെൻ അതിന്റെ കൂടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക. എനിക്ക് ക്വാണ്ടിറ്റി അറിയില്ല എത്രയാണ്, ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ മൈ അസംഷൻ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം പനീർ, മിൽക്ക് മെയ്ഡ്, വനില എസൻസ് ആൻഡ് ഫ്രഷ് ക്രീം, അതും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് 4 സാധനങ്ങളും മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കാനാണ്. ബിസ്ക്കറ്റിന്റെ ഓൾമോസ്റ്റ് 15 to 20 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും ഇൻ ദ ഫ്രീസർ. സോ ഐ ഗെസ് ദാറ്റ് would be ready by now. നമുക്ക് കടന്നിട്ട് പോവാ മിക്സിയിൽ പനീർ ആൻഡ് അതർ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യണം ടു മേക്ക് ഇറ്റ് എ പേസ്റ്റ്. യെസ്, ഇനി നമ്മൾ ഇടാൻ പോവാണ് ഓരോന്നായിട്ട്. ഫസ്റ്റ് നമ്മൾ പനീർ, ഇനി നമ്മൾ ഫ്രഷ് ക്രീം ഇടാൻ പോവാണ്. എത്രയാണെന്നൊന്നും എനിക്കറിയില്ല. കഴിഞ്ഞിട്ട് മിൽക്ക് മെയ്ഡ് ഇടാൻ പോവാണ് നമ്മള്. And 2-3 drops of vanilla. So നമ്മളൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇത് മിക്സിയിൽ ഇനി നമ്മൾ ഇടാം. ടേൺസ് ഔട്ട് ഗുഡ്. ക്രീം ഇടണം. ഇതിന്റെ കൺസിസ്റ്റൻസി നല്ലതായിട്ട് ഫുൾ ഇതിൽ തീർക്കാൻ പറ്റില്ല, ബിക്കോസ് വി ഹാവ് ടു മേക്ക് ദ ചോക്ലേറ്റ് ഗനാഷ് ആസ് വെൽ. നോട്ട് ഗനാഷ്, അത് ചോക്ലേറ്റിന്റെ തേർഡ് ലെയർ. നമ്മളെ ദിസ് മിക്സ്ചർ ഇസ് ഓൾസോ റെഡി. ദിസ് ഇസ് ദ കൺസിസ്റ്റൻസി. കണ്ടോ? നോക്കാം ലാസ്റ്റിൽ എങ്ങനെയായിരിക്കും. ഇനി ഇത് ആസ് ദ സെക്കൻഡ് ലെയർ ഞാൻ അത് രണ്ടും ഞാൻ ചെക്ക് ചെയ്യട്ടെ ആദ്യം. രണ്ടും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. താഴോട്ടൊന്നും വീഴുന്നില്ല. അപ്പൊ ഇതിന്റെ മേലെ ഇനി നമ്മൾ അത് മിക്സ്ചർ ഇടുന്നത് ഇടാൻ പോവാണ്.
I'm not sure how successful it will be, but then let's try. I guess ഇത്ര മതിയാകും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇത് രണ്ടും ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ബാക്കിയുള്ളത്. നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പ് മീൻസ് ചോക്ലേറ്റിന്റെ ലെയർ ഉണ്ടാക്കുക. സോ ഐ ഹാവ് ദാറ്റ് ഹേസൽനട്ട് ചോക്ലേറ്റ് വിത്ത് മീ. അതിന്റെ കൂടെ ഞാൻ അമൂലിന്റെ ഫ്രഷ് ക്രീം ചൂടാക്കിയിട്ട് മിക്സ് ആക്കുന്നതായിരിക്കും, സോ ദാറ്റ് അത് മെൽറ്റ് ആയിട്ട് രണ്ടും കൂടി. പിന്നെ അത് തേർഡ് ലെയർ. സോ തേർഡ് ലെയറിന് വേണ്ടിയിട്ട് വീൽ ഹാവ് ടു വെയിറ്റ് ഫോർ സം ടൈം അൺടിൽ ദാറ്റ് മിക്സ്ചർ സെറ്റിൽസ് ഡൗൺ. അത് പനീറിന് കുറച്ചൊരു 30 minutes എന്തായാലും വേണ്ടി വരും. ബിക്കോസ് അത് ഒരു ഭയങ്കര തിൻ ലെയർ, കൺസിസ്റ്റൻസി തീരെ ഇല്ലായിരുന്നല്ലോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ടൈം വെക്കേണ്ടി വരും. സോ മീൻ വൈൽ ലെറ്റ്സ് മേക്ക് ദ ചോക്ലേറ്റ് ലെയർ തിങ്. വിചാരിക്കുന്നത് അവനിൽ ചോക്ലേറ്റ് ആൻഡ് ദിസ് തിങ് മിക്സ് ആക്കാം. ഇനി നമുക്ക് ഫ്രഷ് ക്രീം ഇടാം. ക്രീം ഇത് നമ്മളെ ചോക്ലേറ്റ് ആൻഡ് ദിസ് തിങ് ഇത് നമ്മൾ സ്ട്രേറ്റ് അവേ നമ്മൾ അവനിൽ കൊണ്ടിടാൻ പോവാണ്. ചോക്ലേറ്റ് ലെയറും റെഡി ആയി കഴിഞ്ഞിരിക്കും. നമ്മൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഇസ് ദ തേർഡ് ലെയർ. ചോക്ലേറ്റ് ചീസ് കേക്കിന്റെ 3 ലെയറും റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് ഒരു 2 hours അങ്ങ് ഫ്രീസറിൽ വെക്കേണ്ടി വരും. After that, we can eat the no-bake cheesecake. നമ്മളെ ചീസ് കേക്ക് is ready to roll. അപ്പൊ നമുക്ക് കഴിക്കാൻ പറ്റും. It's tasting time. ഇന്നലെ കഴിച്ചിട്ടില്ലായിരുന്നു. ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ കിടന്നുറങ്ങി. ഞാൻ വിചാരിച്ചു നാളെ കഴിക്കാം. അപ്പം this is the cheesecake. It is all ready. നല്ലതായാൽ മതിയായിരുന്നു. ദ ചോക്ലേറ്റ് ഒക്കെ ദാ വീഴൂല. So I'll taste it. It is actually nice. താഴത്തെ ബിസ്ക്കറ്റ് കിട്ടിയില്ലായിരുന്നു. It's actually very nice. You should go and try. So ഞാൻ പോയിട്ട് തിന്നട്ടെ. ഓക്കെ, ഞാനിത് പോയിട്ട് കഴിക്കട്ടെ. അപ്പോഴത്തേക്ക് യു പ്ലീസ് ഗോ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ. താങ്ക് യു ഓൾ. ബൈ ബൈ.